അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഹൗസ് ബോട്ട് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് ഹൗസ് ബോട്ട് വെഡിങ് ആനിവേഴ്സറി ഇതിൻ്റെ ഒരു ബിഗിനിങ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ അവർ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. ഏതാണ് നമ്മുടേന്ന് അറിയില്ല. നമ്മൾ അങ്ങോട്ട് പോവാണ്. പറഞ്ഞുതരാമോ? ഹൗസ് ബോട്ടിൽ എത്തിയിരിക്കുകയാണ്. സൂപ്പറാണ്. നമുക്ക് കാണാം. അകത്തോട്ട് പോയിട്ട് റൂമൊന്നും കണ്ടില്ല. എങ്ങനെയാണെന്ന് നോക്കാം. ഇരിക്കാൻ സംഭവമുണ്ട്. വെൽക്കം ഡ്രിങ്ക്, ലൈം ജ്യൂസ്, ഇവിടെ ടി വി ഉണ്ട്, നല്ല ഡ്രോയിങ് ഇരിപ്പുണ്ട്, ഫാൻ ഉണ്ട്, ഗ്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നമുക്കിവിടെ സേഫ്റ്റിയാണ്. ഡൈനിങ് ടേബിൾ ഇതാണ് ബെഡ്റൂം. സാറക്കുട്ടനെ എല്ലാം കണ്ട് ആസ്വദിച്ച് കിടക്കുവാട്ടോ. ഇത് എന്തോന്ന് അറിയാതെ ഭയങ്കര അത്ഭുതപ്പെട്ടിരിക്കട്ടോ. അത്ഭുതങ്ങളാട്ടോ കണ്ടിട്ട് ഫുള്ള്. സാറക്കുട്ടിന്റെ ചേച്ചിയാണെങ്കിൽ വളരെ ഹാപ്പിയാണ്. മോളിൽ പോയിട്ട് കാണാനുള്ള ആവേശത്തിലിരിക്കുവാണ്. ശരിക്കും ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ 8th വെഡിങ് ആനിവേഴ്സറി റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് 12 o'clock ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ബോട്ടിൽ വന്നത്. ഇന്നാണ് ഞങ്ങൾക്ക് അത് സഹായിക്കാൻ പറ്റിയത്. പിന്നെ ഞങ്ങൾ അപ്പം നാളെ രാവിലെ വരെയുള്ള ഒരു ഓവർനൈറ്റ് സ്റ്റേ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എന്താ പറയാ, രാവിലെ തന്നെ നമുക്ക് പോകണം. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ബോട്ട്. ഇനി ഞങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഭംഗിയായിട്ട് ആസ്വദിച്ച് പോകാന്ന് കരുതുവാണ്. നമ്മുടെ ചേട്ടൻ ഫുഡ് കൊണ്ട് വെച്ചു. എന്നിട്ട് പൊരിഞ്ഞ വിശപ്പാ. ബോട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞങ്ങളിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ചോറ്, അച്ചാറുണ്ട്, തോരൻ, ഒരു മെഴുക്കുവരട്ടി, പിന്നെ സാലഡ്, കരിമീൻ ഫ്രൈ, പപ്പടം, അപ്പം സാമ്പാറും വന്നു. ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ ഹൈലൈറ്റ് കരിമീൻ ഫ്രൈ. എല്ലാ ബോട്ടിലുള്ള സ്പെഷ്യലായിട്ടാണത്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. കരിമീൻ ഇതാ വയറിന്റെ അകത്തായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? നല്ലതാണ്. ഇത് രണ്ടും മതി. തോരനും മൈ ഫേവറേറ്റ്സ്. ഹലോ ഹലോ, ഒന്ന് സിസാമോ, ഒന്ന് ചിച്ചാമോ,
12 തൊട്ട് 12 മണിക്ക് നമ്മൾ കയറും, വെൽക്കണ്ടിങ് കയറും. അത് കഴിഞ്ഞ് 1 മണിക്ക് ലഞ്ച് ബ്രേക്ക് 1 മണിക്കൂർ. അത് കഴിഞ്ഞ് ചായ 4 മണിക്ക്. അത് കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ ബോട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ ലഞ്ച് ബ്രേക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പതിയെ ഇങ്ങനെ നീങ്ങുകയാണ്. വേമ്പനാട്ട് കായൽ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാനില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അത്യാവശ്യം നല്ല ചൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ ഈ കായലിൻ്റെ സൈഡിലോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ വരിയായിട്ട് ഇങ്ങനെ ഈ വേമ്പനാട്ട് കായലിലോട്ട് പോവുകയാണ്. ഇവരുടെ ഷെഡ്യൂളൊക്കെ ഏകദേശം കോമൺ ആണ്. വള്ളത്തിനകത്ത് മണ്ണ് കയറ്റിക്കൊണ്ട് പോകണമാണ് ഈ കാണുന്നത്. ചെറിയൊരു മോട്ടർ ഘടിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ഷെഫിനെ പരിചയപ്പെടാം, കുക്കിനെ പരിചയപ്പെടാം. ചേട്ടനാണ്. എൻ്റെ പേര് മധു, കൊട്ടാര കുക്കാണ്. ആയിക്കോട്ടെ. ചേട്ടൻ എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കി കൊടുക്കണം? ഓവർനൈറ്റ് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കാണ് സ്റ്റാർട്ടിങ്. കയറുമ്പോൾ വെൽക്കം ഡ്രിങ്ക്. ഉച്ചയ്ക്ക് ഊണിന് നോർമൽ മെനു എന്ന് പറയുന്നത് റൈസ്, കരിമീൻ ഫ്രൈ, തോരൻ, മെഴുക്കുപുരട്ടി, സാമ്പാർ, അച്ചാർ, പപ്പടം, വെജിറ്റബിൾസ്. ഉച്ചയ്ക്ക് ഊണിനുണ്ടാവും. വൈകുന്നേരം ടീ ഓർ കോഫി, സ്നാക്സ്, ഏത്തപ്പഴോ പൊക്കടയായിരിക്കും. പിന്നെ രാത്രി ഡിന്നർ ചപ്പാത്തി, റൈസ്, ചിക്കൻ കറി, പരിപ്പ്, വെണ്ടയ്ക്ക. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ 7:30 തൊട്ട് 8:00 വരെ ക്രൂയിസ് ഉണ്ടാവും. 9 മണിക്ക് ചെക്ക് ഔട്ട്. ഈ റണ്ണിങ് ടൈമിലായിരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഇഡ്ഡലി, സാമ്പാർ, ചട്നിയാണ് നോർമൽ മെനു. പിന്നെ നമുക്ക് ബുക്കിംഗ് ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അപ്പോൾ ഫുഡൊക്കെ ബുക്കിംഗ് ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. ഓക്കെ, താങ്ക് യു. ഉച്ചത്തെ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓവർനൈറ്റ് ബുക്കിംഗ് ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഡേ ട്രിപ്പ് ഉണ്ട്, 11 to 5 അത് ടൈം. അപ്പോൾ മെനുവിനകത്ത് ഉച്ചയ്ക്ക് ചിക്കൻ കറി കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യും. 11 മണിക്ക് കയറുക, വെൽക്കം ഡ്രിങ്ക്, ബാക്കി ഇതൊക്കെ തന്നെ. ഇവിടെ ചിക്കൻ കറി കൂടെ ഉച്ചയ്ക്കുണ്ടാവും. ഉച്ചത്തെ ചിക്കൻ കറിയും കൂടി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ഫുഡിന് അല്ലേ? അത് ഡേ ക്രൂയിസ് അപ്പോൾ എത്ര മണി വരെ? 5 മണിയാകുമ്പോൾ സ്റ്റോപ്പ്. രാവിലെ അപ്പോൾ തുടങ്ങുന്നത് സെയിം ടൈമിൽ തന്നെയാണോ? 11 തുടങ്ങും. ഇത് 12 ഓവർനൈറ്റ് ആകുമ്പോൾ 12, ഇത് 11 തുടങ്ങും. ഇത്രയും ടീം മെമ്പേഴ്സാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ബോട്ടിലുള്ളത്. ചെയ്യാനാട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണ ആള് ബോട്ടിൽ. ചേട്ടന്മാരെയൊക്കെ വശത്താക്കി ശല്യപ്പെടുത്തുവാ. അതാ ശല്യമാക്കുക. നമ്മളങ്ങനെ കായലിലേക്ക് എത്തിയേക്കാണ്. ബോട്ടുകളുടെ ബഹളമാണ്. നമ്മൾ നമ്മുടെ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ ട്രാഫിക്, അതുപോലെയാണ് ഇവിടെ ഈ വേമ്പനാട്ട് കായലിൻ്റെ ഇവിടെ ഹൗസ് ബോട്ടുകളുടെ ഒരു ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ സാഗോട്ടിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാട്ടോ. ഞങ്ങളിങ്ങനെ വേമ്പനാട്ട് കായലിൻ്റെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ പോവുകയാണേ. കാറ്റ പോവാട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇച്ചിട്ടൊക്കെ ഞങ്ങൾ കരഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ വന്നപ്പോൾ ചൂടായിരുന്നു. ഇപ്പോൾ നല്ല കാറ്റാകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി. ചേച്ചിമണ്ണാണെങ്കിൽ കളിച്ച് ഇവിടെ ഓടി നടക്കുക. താഴെ പോയിട്ട് ആ ചേട്ടന്മാരുടെ ഒക്കെ കൂടി ഇരിക്കുക ഫ്രണ്ടിൽ കയറി. ഇവർ നമ്മളോട് പറഞ്ഞു ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് നിർത്താമെന്ന് പറഞ്ഞിങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ബോട്ട് നിർത്തിയേക്കാണ്. നമ്മളവിടെ നിന്ന് കരിക്കൊക്കെ കുടിച്ചു. അപ്പോഴുണ്ടോ അവിടെ നല്ല അടിപൊളി ഫ്രഷ് മീനുകൾ ഇങ്ങനെ കിടക്കണം. നല്ല ജീവനുള്ള ഞണ്ടും അതുപോലെ ചെമ്മീനും കൊഞ്ച്, കരിമീൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഞങ്ങൾ കുറച്ച് കൊഞ്ച് വാങ്ങിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് നമ്മളോട് വാങ്ങിക്കുവാണെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് കൊഞ്ച് നമ്മളവിടെ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ ടീ ടൈം എത്തിയിരിക്കുകയാണ്. നമ്മുടെ പഴംപൊരി ചായ. കായല്, അതിൻ്റെ ഇടയിൽ കാറ്റ്, കായലോരം, അതിൻ്റെ അകത്ത് ചായ കുടിക്കാൻ
ഞങ്ങൾ വന്ന ബോട്ടാണ് ഈ കിടക്കുന്നത്. ഇവിടെ കരയിൽ അടുപ്പിച്ചേക്കുവാണ് ബോട്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഈവനിങ് ഒരു വാക്കിനിങ് ഇറങ്ങിയതാണ്. അപ്പോൾ ബോട്ടിൻ്റെ പുറകിലായിട്ട് നല്ല സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വ്യൂ ആണ്, സൺസെറ്റ് നല്ല ഭംഗിയാണ്. അങ്ങനെ ഈവനിങ് ആയി. പറഞ്ഞതുപോലെ തന്നെ ഈവനിങ്ങിൽ നമ്മുടെ ബോട്ട് അങ്ങനെ കരയ്ക്കടുപ്പിച്ചു. രാത്രിയിൽ സെക്യൂരിറ്റി റീസൺസ് കാരണം പിന്നെ ഗവൺമെൻറ് റൂൾസും ഉണ്ട്, നമുക്ക് രാത്രി യാത്രയില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ഈവനിങ് വാക്കിനായിട്ട് ഇങ്ങനെ പോയതാണ്. അടുത്ത് കണ്ട ലൈനിൽ കൂടെയൊക്കെ ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. നല്ല രസമാണ് കാറ്റൊക്കെ അടിച്ചിങ്ങനെ നടക്കാനായിട്ട്. ഇപ്പോഴാണ് വളരെ യാദൃശികമായിട്ട് അവിടെ പാലത്തിലൊരു ചേട്ടൻ ഇങ്ങനെ വല വീശുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല കൗതുകം തോന്നി. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ആ ചേട്ടൻ ഈ തൊട്ടടുത്ത വീട്ടിലുള്ളതാണ്. വൈകുന്നേരം ആകുമ്പോൾ വലയൊക്കെ ആയിട്ട് വരും. വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് പോകുന്നതാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ്റെ കയ്യിൽ കുറച്ച് മീൻ ആദ്യം ഒറ്റ പ്രാവശ്യം വീശിയപ്പോൾ തന്നെ കിട്ടിയിട്ടോ. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് ചേട്ടൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളെ വീശിയൊക്കെ കാണിച്ചു. ഒരു കൂട്ടം വള്ളങ്ങളാണ് ഞങ്ങളുടെ വള്ളങ്ങൾ പോലെ ഇവിടെ അടുപ്പിച്ചിരിക്കുന്നത്. എല്ലാം ഓവർനൈറ്റ് ക്രൂയിസ് ബോട്ടുകളായിട്ടോ ഇതെല്ലാം. ഓപ്പോസിറ്റ് ഒരു കൂട്ടം പാവപ്പെട്ട കുറേ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. നല്ല രസമാണ് അവരുടെയൊക്കെ വർത്തമാനം പറയാൻ. സീക്കൂട്ടം പോയിട്ട് ഒരു അമ്മയോട് പോയി വർത്തമാനമൊക്കെ പറഞ്ഞു ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഹോളിൻ്റെ ഇൻറ്റീരിയറാണിത്. ഇതിൻ്റെ നൈറ്റ് സെറ്റപ്പാണിത്. ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ. അടിപൊളി ഒരു കഥകളിയുടെ പിക്ചറും സംഭവമൊക്കെ ആയിട്ട്. സിയാങ്കുട്ടിന് വിശക്കാന്ന് പറഞ്ഞാൽ സിയാങ്കുട്ടി നേരത്തെ തന്നെ ഡിന്നറൊക്കെ സെറ്റാക്കി. അപ്പോൾ നമുക്കിടെ ഡിന്നർ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ കൊഞ്ച് റോസ്റ്റാണ്. ഇത് നമ്മുടെ ചിക്കൻ കറി, പിന്നെ റൈസ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പൊട്ടറ്റോ എന്തോ ഒരു മസാല, പിന്നെ ഒരു ഒലത്തുകറി ഉണ്ട്, പിന്നെ നമുക്ക് ദാലുണ്ട്. അടിപൊളിയായിട്ട് ഡിന്നർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇതെല്ലാം നാച്ചുറൽ ഡ്രിങ്ക് ആട്ടോ. ഇവിടെ തെങ്ങിനകത്തുനിന്ന് ചെത്തി നമുക്ക് അവർ നേരിട്ട് ഒഴിച്ചു തന്നാണ്. അതാണ് ഇതിൻ്റെ കുപ്പിക്കകത്ത് കുറച്ച് കരടും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞങ്ങൾ അരിപ്പ് വെച്ച് അരിച്ചൊഴിച്ചിട്ടാണ് കുടിക്കുന്നത്. തെങ്ങിൻ്റെ കുറച്ച് പൊരിപ്പലും സാധനങ്ങളൊക്കെ ഉണ്ട്. മധുരമുണ്ട് അല്ലേ? ഇതിന് അത്യാവശ്യം ഭയങ്കര മധുരമില്ല. ഒത്തിരി മധുരം എന്ന് ശരിക്കും പഞ്ചസാര കലക്കണമെന്ന് പറയുന്നത്. ഇതിനങ്ങനെ ഒത്തിരി മധുരമൊന്നുമില്ല. പക്ഷേ നല്ല നാച്ചുറലാണ്, നമ്മുടെ കൺമുന്നിൽ നമുക്ക് കിട്ടിയതാണ്. കെമിക്കലൊന്നും ആഡ് ചെയ്തിട്ടില്ല, നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. ആരോഗ്യത്തിന് അത്ര ഹാനികരമൊന്നും ആയിരിക്കണം എന്നില്ല. മസാലയൊക്കെ കൂടെ ഇങ്ങനെ പിടിക്കുക കയ്യിൽ, ഇങ്ങനെ കുടിക്കുക, പിന്നെ പൊളി ഫീലിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ടുകളെല്ലാം രാത്രി ഹോൾട്ട് ചെയ്തിരുന്നൊരു സ്ഥലമാണ്. ശ്യാങ്കുണ്ണൊക്കെ രാവിലെ എണീറ്റ് റെഡിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതെ, പല്ലൊക്കെ തേച്ചിട്ട് നല്ല സെറ്റായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പം അവർ നമുക്ക് രാവിലെ തന്നെ ടീ തരും വന്ന് ചോദിച്ചു. ഇനി ഇവിടുന്ന് നമ്മൾ അപ്പോൾ റിട്ടേൺ പോകുമ്പോഴാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യണത്. ചായ ഇപ്പോൾ അവർ തരും. നല്ല സർവീസായിരുന്നു, നല്ല ഫുഡായിരുന്നു ഇവരുടെ. അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡേയിലെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ടീ ഒക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. കുഞ്ഞാവ താഴെ റൂമിൽ ഉറങ്ങുകയാണ്. വള്ളത്തേൽ രാവിലെ മീൻ പിടിക്കാൻ പോണവരാണ് കുട്ടനാട്ടിൽ നിന്ന്. ഇപ്പോഴും ഈ സെയിം കമ്പനിയുടെ തന്നെ ഈ ലേക്ക് ഹൗസ്, ഇവരുടെ തന്നെ 4-5 ബോട്ടുകളുണ്ട്. ഈ കിടക്കുന്ന എല്ലാം ഒരൊറ്റ പാർട്ണർഷിപ്പിലുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പിൻ്റെയാണ് ഇതെല്ലാം കിടക്കുന്നത്. നമ്മളിവിടെ വന്നിട്ട് കുറേ ഹൗസ് ബോട്ടുകൾ കണ്ടിട്ടോ. ഭീമ ജ്വല്ലറിയുടെ ഒരു 3-4 ഹൗസ് ബോട്ടുകൾ നമ്മൾ കണ്ടു. പിന്നെ ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പോകണതാണ് കൊച്ചി രാജാവാണത്. കൊച്ചി രാജാവ് ദിലീപിൻ്റെ ഹൗസ് ബോട്ടാണ്.
ഇതാണ് നമ്മുടെ കുട്ടനാട്. നമ്മുടെ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട്. കുട്ടനാടിന്റെ പാടശേഖരങ്ങളാണ് അപ്പുറം കാണുന്നത്. സൂപ്പർ വ്യൂ ആണ് കേട്ടോ. നമുക്ക് നല്ല മനസ്സിന് നല്ല സുഖം കിട്ടുന്ന, സമാധാനം കിട്ടുന്ന ഒരു കാഴ്ചയാണ്. പറഞ്ഞമ്മു, എന്താണ് വിശേഷം? പിന്നെ ഇതൊക്കെ സാമ്പാർ, ചമ്മന്തി, ഇഡലി. look at my ഇഡലി. രണ്ട് കണ്ണൊക്കെ ഉണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഇന്നലെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കയറി പോകുന്നത് ആ സ്ഥലത്തേക്ക് എത്തിയേക്കാണ്. തലയിടിക്കും. ഓ, ജസ്റ്റ് മിസ്. എന്റെ തലയിടിക്കും. ഞാൻ നിവർന്നു നിന്നെങ്കിൽ എന്റെ തലയിടിച്ചേനെ. ഒരാളെ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ മോളിൽ നിന്ന് വീഡിയോ പിടിക്കുമ്പം ഒരാളിവിടെ കൊതുകോലയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അത്യാവശ്യം കുറച്ച് കൊതുകൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി അടച്ചൊക്കെ ഇട്ട് നോക്കിയുണ്ട്. ഹായ്, ഹലോ, ഹായ്. എഴുന്നേറ്റു, ഡ്രസ്സ് മാറ്റുക, ചെക്കൗട്ട് ചെയ്യാം. എല്ലാവരോടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലെ നല്ല നല്ല